ഒരു ഓലക്കൊടയ്ക്ക് കീഴില് വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കുടികൊള്ളുന്ന സരസ്വതി സാന്നിധ്യം. അതാണ് പനച്ചിക്കാട് ക്ഷേത്രം. ദക്ഷിണ മൂകാംബിക. മഹാവിഷ്ണു ക്ഷേത്രമായിട്ടുള്ള പനച്ചിക്കാട് സരസ്വതി ദേവി എങ്ങനെ എത്തി എന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. പണ്ട് കോട്ടയം ജില്ലയിലെ കിഴുപുര ഇല്ലത്തെ ഒരു വയോധികൻ തനിക്ക് സന്താനഭാഗ്യമില്ലാത്ത ദുഃഖത്താൽ കാശിക്ക് പോകാൻ തീരുമാനിച്ചു. യാത്രയിൽ അദ്ദേഹം മൂകാംബികയിലെത്തുകയും അവിടെ കുറച്ചുനാൾ ഭജനയിരിക്കുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നാട്ടിലെ ഒരു അന്തർജനം ഗർഭിണിയാണെന്നും അവർ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമെന്നും അതിലൊരു കുഞ്ഞിനെ അദ്ദേഹത്തോട് വളർത്താനും പറയുന്നു. ഇതിനായി സ്വദേശത്തേക്ക് തന്നെ തിരിച്ചു പോകാനായിരുന്നു ദേവിയുടെ കൽപ്പന. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ പോവുകയും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങാൻ നേരം തന്റെ ഓലക്കുട സമീപത്ത് വെക്കുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്റെ ഓലക്കുട എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിയാതായി. ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി, ഇവിടം സരസ്വതി ദേവി കുടികൊള്ളുന്നു.